നമസ്കാരം. കർമ്മ ന്യൂസിൻ്റെ വാദം പ്രതിവാദത്തിലേക്ക് സ്വാഗതം. മലയാള സിനിമയെ ചില പ്രത്യേക താല്പര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നുണ്ടോ? അതെ, ഇപ്പം ഈ മമ്മൂട്ടിയെ ചുറ്റിപ്പറ്റി ഒരു വിവാദം പുറത്തു വന്നുകൊണ്ടായിരിക്കുമല്ലോ സംസാരം വന്നേ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാനും സോഷ്യൽ മീഡിയയിലും മറ്റുമൊക്കെ കണ്ടു, മലയാള സിനിമ ചില പ്രത്യേക ലക്ഷ്യത്തോടു കൂടി ചില പ്രോപ്പഗണ്ട സിനിമകൾ ഇവിടെ ഇറങ്ങുന്നുണ്ടോ എന്നല്ല ചോദ്യം. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പുറകോട്ട് നോക്കുമ്പോൾ ചില സിനിമകൾ കാണുമ്പോൾ അങ്ങനെ ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റും. തീർച്ചയായിട്ടും ഈ പ്രമാണി എന്ന് പറഞ്ഞൊരു സിനിമ ഓർമ്മ, മമ്മൂട്ടിയുടെ ബി ഉണ്ണികൃഷ്ണനാണ് അത് സംവിധാനം ചെയ്തത്. പക്ഷേ അത് എത്ര, എനിക്ക് തോന്നുന്നു 10-15 വർഷം മുമ്പല്ലേ ഈ സിനിമ ഇറങ്ങി, 10 വർഷത്തിന് മേളിലായിട്ടുണ്ട്. അപ്പോൾ അന്നൊക്കെ ഈ ആളുകൾ ലൗചികാതം എന്നുള്ള വാക്ക് കേട്ട് വരുന്നതേ ഉള്ളൂ, അതായത് ഈ മുളകൊട്ടി വരുന്ന ഒരു സമയമാണ്. ഇത്രയൊന്നും ചർച്ചയായിട്ടില്ല. പക്ഷേ ആ സിനിമയ്ക്കകത്ത് തുടക്കത്തിൽ ഒരു 2.5 മിനിറ്റ് മുതൽ 4-4.5 മിനിറ്റ് വരെ അതിലെ ഹീറോ ആയിട്ട് ഉള്ളത് മമ്മൂട്ടിയാണ്. ഒരു പണിക്കർ കഥാപാത്രമാണ്, വിശ്വനാഥ പണിക്കർ അങ്ങനെ എന്തോ ആണ്. ഒരു പഞ്ചായത്ത് പ്രസിഡന്റാണ്, അഴിമതിക്കാരനായിട്ടുള്ള പഞ്ചായത്ത് പ്രസിഡന്റാണ്. പക്ഷേ കഥയുടെ അവസാനം അദ്ദേഹം നല്ലവനാവുന്നതാണ്. പക്ഷേ ഈ സിനിമയെ തുടങ്ങുമ്പോൾ ഹീറോയെ അവതരിപ്പിക്കണമല്ലോ, ഹീറോയിസത്തോടു കൂടി അവതരിപ്പിക്കണമല്ലോ. അപ്പോൾ മമ്മൂട്ടിയെ ഇങ്ങനെ ഹീറോയിസമായിട്ട് അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് ബി ഉണ്ണികൃഷ്ണൻ ഒരു സീൻ അവിടെ ക്രിയേറ്റ് ചെയ്തു. യഥാർത്ഥത്തിൽ ആ സീൻ ആ സിനിമയ്ക്ക് ഒരു ആവശ്യമില്ല അങ്ങനെ, കാര്യം അതിൻ്റെ കഥാപരിസരം അങ്ങനെയല്ല, കഥാപാത്രങ്ങൾ അങ്ങനെയല്ല. അപ്പോൾ ഇവിടെ അത് ഈ ഒരു കാര്യം പറയാൻ വേണ്ടി മാത്രം ചേർത്തതാണെന്ന് നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. ഒരു പയ്യനെ പിടിച്ച് ഇട്ടിരിക്കുന്നു, ഗുണ്ടകളെല്ലാം കൂടെ അവനെ തല്ലിയിരിക്കും. അപ്പോൾ അതിലൊരു ഗുണ്ട തന്നെ, എനിക്കൊന്ന് നമ്മുടെ പ്രമോദ് പപ്പനാന്ന് തോന്നുന്നു, ഗുണ്ട നല്ല സൈസൊക്കെ ഉള്ള പപ്പൻ. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, നിനക്ക് എൻ്റെ പെങ്ങടെ മോളെ തന്നെ ലൗചിക നടത്താൻ കിട്ടിയുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവനെ തല്ലിയുണ്ട്. വെള്ളം ചോദിക്കുന്നു, വെള്ളം കൊടുക്കുന്നു. അപ്പോഴേക്കും ഒരു പാട്ടയോ എന്തോ മറ്റോ ഇങ്ങനെ തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് മമ്മൂട്ടി വരുന്നു, പിന്നെ മ്യൂസിക് ആവുന്നു. അപ്പോൾ മമ്മൂട്ടിയോട് ചോദിക്കും, പഞ്ചായത്ത് പ്രസിഡന്റ് എന്താ ഇവിടെ കാര്യം, പഞ്ചായത്തിലാണല്ലോ. എൻ്റെ പഞ്ചായത്തിൽ താമസിക്കുന്നവനാണ്, ഇന്ന ആളുടെ മോനാണ്. അപ്പോൾ മുസ്ലിം കഥാപാത്രമാണ് ഈ പയ്യനും ഇതൊക്കെ. അപ്പോൾ എന്താ കാര്യം, എന്തിനാ കെട്ടിയിട്ടുണ്ടെന്ന് ചോദിക്കുമ്പോൾ പറയുകയാണ് ഇവൻ ലൗജിഹാദ് നടത്തി. ഇങ്ങനെ അതിനകത്ത് പറയുന്നുണ്ട്, പ്രേമിച്ച് വിവാഹം ചെയ്തു മതം മാറ്റി എന്ന് പറയുന്നുണ്ട്. അപ്പം ശരിക്കും പറഞ്ഞാൽ ആ ഒരു വാചകം കൊണ്ട് അവൻ ചെയ്തത് തെറ്റാണെന്ന് മനസ്സിലാക്കാം. കാര്യം പ്രേമവും വിവാഹവും ഒക്കെയാണ്, കുഴപ്പമില്ല, ഏത് മതക്കാർക്കും അതൊന്നും കുഴപ്പമില്ല, ഇങ്ങോട്ട് ആർക്കും വേണമെങ്കിലും കല്യാണം കഴിക്കാം. പക്ഷെ മതം മാറ്റി എന്ന് പറയുമ്പോൾ അവിടെ ഈ പ്രേമം ഇല്ലല്ലോ, സ്നേഹം എന്ന് പറയാൻ പറ്റത്തില്ല. മതം മാറ്റി എന്ന് പറഞ്ഞപ്പോൾ സംഗതി വേറെ. ഉടനെ ഈ നായിക കഥാപാത്രം, അതായത് വിശ്വനാഥ പണിക്കർ എന്ന് പറഞ്ഞ മമ്മൂട്ടിയുടെ കഥാപാത്രം പറയുന്നു, ഈ ലൗചികാതം എന്ന് പറഞ്ഞ സാധനം ഇവിടെ ഇല്ല എന്ന് കോടതിയും പോലീസും എല്ലാം പറഞ്ഞതല്ലേ, പിന്നെ നീ എന്ത് പോഴത്തരമായി പറയുന്നത്. അപ്പോൾ അത്രയും വർഷത്തിന് മുന്നേ അത് പറയേണ്ട കാര്യം എന്തായിരുന്നു, അതും അതുപോലൊരു സിനിമയിൽ. അപ്പോൾ ഇത് പറയാൻ വേണ്ടി മാത്രം, അത് മെഗാസ്റ്റാറിനെ കൊണ്ട് പറയിക്കാൻ വേണ്ടി മാത്രം ഈ മെസ്സേജ് കൊടുക്കാൻ വേണ്ടി ഒരു സീൻ അവർ ക്രിയേറ്റ് ചെയ്തതാണ്. ഇപ്പോൾ അത് നമുക്ക് മനസ്സിലാവും. കാര്യം ഇന്നിപ്പോൾ ആരൊക്കെ ലൗചികാത ഇല്ല, നാർക്കോട്ടിക് ജിഹാദ് ഇല്ല എന്ന് പറഞ്ഞാലും അത് ഉണ്ടെന്ന് വിശ്വസിക്കാൻ വ്യക്തമായൊരു തെളിവുണ്ട്. അത് ഇവിടുത്തെ നോക്കണ്ട. ഇപ്പം ഈ സൗദി അറേബ്യ എന്ന് പറഞ്ഞ രാജ്യം അറിയാമല്ലോ. ഈ സൗദി അറേബ്യയുടെ ഔദ്യോഗികമായിട്ടുള്ള ഒരു ചാനലുണ്ട്, അൽ അറേബ്യ ഇംഗ്ലീഷ്. അവർ 2018 അവരുടെ ചാനലിൽ സംപ്രേഷണം ചെയ്ത ഒരു ഡോക്യുമെൻ്ററി ഉണ്ട്. ആ ഡോക്യുമെൻ്ററിയുടെ വിഷയം തന്നെ ഈ നാർക്കോട്ടിക് ജിഹാദും ലവ് ജിഹാദാണ്. അത് ഏത് രാജ്യത്ത് നടന്നാന്ന് ചോദിച്ചാൽ ലെബനൻ നടന്ന സംഭവമാണ്. ക്രിസ്ത്യൻ രാജ്യമായിരുന്ന ലെബനൻ അവിടുത്തെ ഹിസ്ബുള്ള എങ്ങനെയാണ് മുസ്ലിം രാജ്യമാക്കി മാറ്റിയത് എന്നാണ് സൗദിയുടെ ഔദ്യോഗിക ചാനലാണ്. ഇപ്പം നമ്മളതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് ഇതിൻ്റെ കൂടെ കാണിക്കുന്നുണ്ട്. അതിന് ആർക്ക് പോയി നോക്കിയാലും യൂട്യൂബിൽ ആ സംഭവം ഇപ്പോഴും കിട്ടും. അപ്പോൾ അവർ തന്നെ സമ്മതിച്ച ഒരു സംഗതിയാണ് ഇത് രണ്ടും ഉണ്ടെന്ന്. അപ്പം പിന്നെ ഇവിടെ ഏത് മെഗാ പറഞ്ഞിട്ടും കാര്യമില്ല. അപ്പോൾ ആ സാധ്യത 5 വർഷത്തിന് മുന്നേ സൗദി അറേബ്യ സമ്മതിച്ചാണ്. എന്തുകൊണ്ട് സൗദി അത് ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സൗദി സുന്നിയാണ്, മറ്റേ ലെബനൻ എന്ന് പറഞ്ഞ ഷിയാണ്. അപ്പോൾ ആ ഒരു വെച്ചിട്ടാണ് ഇവരിങ്ങനെയാണ് ചെയ്തതെന്ന് പറഞ്ഞത്. അപ്പോൾ സൗദി പോലും സമ്മതിച്ച ഒരു കാര്യം ഇവിടുത്തെ പിണറായി വിജയനല്ല, മമ്മൂട്ടിയല്ല, ആര് പറഞ്ഞെന്ന് പറഞ്ഞാലും അത് സമ്മതിച്ചു കൊടുക്കാൻ പോകുന്നില്ല. ലവ് ജിഹാദും ഉണ്ട്, നാർക്കോട്ടിക് ജിഹാദും ഉണ്ട്. പക്ഷേ ഈ മമ്മൂട്ടിക്കെതിരെ വരുന്നത് ഒരു നിസ്സാര സംഭവമല്ല. ഞാൻ പറഞ്ഞു, നമ്മുടെ പുഴു സിനിമയുടെ സംവിധായികയുടെ ഭർത്താവിൻ്റെ ഒരു തുറന്നു പറച്ചിലാണ്. ഈ തുറന്നു പറഞ്ഞ മുഹമ്മദ് ഷെർഷാദ് ഒരു ക്രിസ്ത്യാനി ആയിരുന്നെങ്കിൽ ഇവിടെ ഇതൊന്നും ആയിരുന്നില്ല. ഒരു ഹിന്ദു ആയിരുന്നെങ്കിൽ ഇതൊന്നും ആയിരിക്കില്ല. എങ്കിൽ മമ്മൂട്ടിയെ പിന്തുണച്ചുകൊണ്ട് കേരള പൊതുസമൂഹം പെട്ടുപോയത്. അപ്പോൾ ഷെർഷാദ് പറയുന്നതിനെ കേട്ടാൽ ഞെട്ടിപ്പോവും. കാരണം സ്വന്തം ഭാര്യയെ ഒരു സംവിധായിക ആക്കണമെന്ന് കരുതി കൊച്ചിയിലേക്ക് വരുന്നു. മമ്മൂട്ടി തന്നെയാണ് അതിന്റെ പ്രോത്സാഹനം കൊടുക്കുന്നത്. അല്ല, ഈ ആ സിനിമ അന്ന് ചർച്ചാ വിഷയത്തിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഇവർ വേറൊരു സംഭവം കൂടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഈ സംവിധായകയെ കൊണ്ട് പറയിപ്പിക്കുന്നു, കൊച്ചിയിൽ താമസിക്കാൻ മുസ്ലിം ആയതുകൊണ്ട് എനിക്ക് ഫ്ലാറ്റ് കിട്ടുന്നില്ല എന്ന്.
എന്നിട്ട് താമസിപ്പിക്കാൻ സൗകര്യം കൊടുക്കുന്നത് മമ്മൂട്ടിയാണ്. ഒടുവിൽ പിന്നീട് വിവാഹമോചനത്തിന് വക്കീലിനെ റെഡിയായി. ഇത് നമ്മളാരും പറഞ്ഞതല്ല, ഏതെങ്കിലും സംഖ്യ പറഞ്ഞതല്ല. അതായത് ഒരു വ്യവസായി തന്നെ പറഞ്ഞാണ്. ആ വ്യവസായി ഇടതുപക്ഷക്കാരനാണ്. അതും നമ്മൾ പറയാതിരിക്കരുത്, കാണാതിരിക്കരുത്. ആ വ്യവസായി അയാൾ തന്നെ പറയുന്ന മതേതരനായിട്ടുള്ള ഇടതുപക്ഷക്കാരനാണ്, CPM കാരനാണെന്ന് അയാൾ പറയുന്നത്, വ്യവസായിയാണ്. അപ്പം അയാൾ പറയുന്നത് എൻ്റെ വ്യക്തി ജീവിതത്തിൽ, എൻ്റെ വിവാഹ ജീവിതം തന്നെ തകരാൻ തന്നെ കാരണമായ ഒരാളാണ് എന്നാണ് പറയുന്നത്. CPM കാരനായ വ്യവസായിയാണ്. പക്ഷെ മമ്മൂട്ടിയെ പിന്തുണയ്ക്കുന്നത് CPM-ന്റെ മന്ത്രിമാരാണ്. അതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. മമ്മൂട്ടിക്ക് ആദ്യം പിന്തുണയായിട്ട് വന്ന ഒരു ശിവൻകുട്ടിയെ മാറ്റി നിർത്താം. മറ്റേ ആരിഫ് വന്നു, ജലീൽ വന്നു, PV അൻവർ വന്നു. അപ്പൊ ഏത് കൂട്ടരാണ് വരുന്നതെന്ന് നോക്കുക. അപ്പം ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, മുൻപ് നമുക്കറിയാം സമാജം സ്റ്റാർ എന്ന് പറഞ്ഞുകൊണ്ട് ഉണ്ണി മോഹനെ വിളിക്കുമായിരുന്നു. അപ്പോൾ ഒരു കുറി ഇട്ടാലോ അമ്പലത്തിൽ പോയാലോ മോഹൻലാലിനെതിരെ വലിയ രീതിയിലുള്ള സൈബർ അറ്റാക്ക് നടക്കുമായിരുന്നു. ഒരു കുറി ഇട്ടാലോ ക്ഷേത്രത്തിൽ പോയാലോ വലിയ രീതിയിലുള്ള സൈബർ അറ്റാക്ക് മോഹൻലാലിനെതിരെ നടക്കുമായിരുന്നു. നല്ല മോദി ചെയ്യുന്ന നല്ല കാര്യത്തെ പറ്റി പറഞ്ഞ ചിത്രക്കെതിരെ സംഖ്യയാക്കുമായിരുന്നു. അപ്പോഴൊക്കെ വളരെ സേഫ് സോണിൽ കൂടെ ആയിരുന്നു മമ്മൂട്ടി പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോഴാണ് ആദ്യമായിട്ട് ഒരുപക്ഷെ മമ്മൂട്ടി സോഷ്യൽ മീഡിയയുടെ ഈ ഇതുപോലുള്ള സൈബർ അറ്റാക്കിന്റെ ശക്തി എന്താണെന്ന് തിരിച്ചറിയാം. അല്ല, നമ്മൾ മനസ്സിലാക്കുന്നത് ഉണ്ണി മുകുന്ദന്റെ ചിത്രത്തിൽ സേവാഭാരതിയുടെ ഒരു ആംബുലൻസ് കാണിച്ചതിന് എത്രമാത്രം സൈബർ ആക്രമണമാണ്. അന്ന് പോലും ഇവിടുത്തെ ഒരുപക്ഷെ അവരെ ശ്രദ്ധയപ്പെടാത്തതുകൊണ്ടായിരിക്കും മറച്ചു പിടിച്ച കാര്യമാണ്. തോപ്പിൽ ജോപ്പൻ എന്ന് പറഞ്ഞ സിനിമയ്ക്കകത്ത് നന്മ ചെയ്യാൻ വരുന്ന, അതായത് പരസഹായത്തിന് വേണ്ടി വരുന്ന ആംബുലൻസ് ഏതാ? SDP-യുടെ ആംബുലൻസ് ആണ് വരുന്നത്. അപ്പം മമ്മൂട്ടി അഭിനയിക്കുന്ന ഒരു സിനിമയിൽ ക്യാമറയുടെ ലെൻസിന്റെ ഇത് കളറും മറ്റു കാര്യങ്ങളും ആംഗിളും എല്ലാം നോക്കുന്ന വ്യക്തിയാണ്. ഓരോ കഥാപാത്രത്തിന്റെ കാര്യവും നോക്കുന്ന ഒരു വ്യക്തി അറിയാതെ നടക്കും. അത് മാത്രമല്ല രാജ്, ആ സീനിൽ ആ ആംബുലൻസിനെ ഒരു വൈഡ് ആംഗിളിൽ കാണിച്ചാൽ മതി. പക്ഷേ ആ ആംബുലൻസിന്റെ വശത്ത് സൈഡിൽ എഴുതിയിരിക്കുന്ന SDP എന്നുള്ളതിനെ കൃത്യമായി കാണിക്കാൻ വേണ്ടി ഒരു ഷോട്ട് ഉണ്ട്. നായികയുടെ ഡാൻസും അതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഒരു ഷോട്ട് അതിന്റെ ക്ലോസ് ആണ്. അപ്പോ അതും ബോധപൂർവമാണ്. അപ്പോ അന്നൊന്നും ഈ മലയാള സിനിമയിലെ വികാരം വ്രണപ്പെട്ടില്ല. ഉണ്ണി മുകുന്ദൻ സേവാഭാരതിയുടെ ഒരു ആംബുലൻസിന്റെ ദൃശ്യം കാണിച്ചപ്പോഴാണ് ഇവിടെ ഈ സൈബർ സഹാക്കന്മാർക്ക് ഉരുപൊട്ടിയത്. നമ്മുടെ അറിവിൽ സേവാഭാരതി പ്രവർത്തിക്കുന്ന ആരും ഒരു കേസിലും പ്രതികളല്ല. അവരെന്തായാലും രാജ്യത്തിനെതിരെ വിധ്വംസക പ്രവർത്തനം നടത്തില്ല. പക്ഷേ SDP PFIയുടെ എന്ന് ആർക്കാണ് അറിയാൻ പറ്റത്തില്ല? എല്ലാവർക്കും അറിയാം. PFIയുടെ അവസ്ഥ എന്താണെന്ന്. PFIയുടെ തന്നെ വകഭേദങ്ങളായിട്ടുള്ള 6ഓളം സംഘടനകൾ ഇന്ന് നിരോധിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത് രാഷ്ട്രീയ പാർട്ടി, SDP എന്ന രാഷ്ട്രീയ പാർട്ടി ആയതുകൊണ്ട് മാത്രമാണ് സർക്കാരിനൊന്നും ചെയ്യാൻ പറ്റാത്തത്. SDP ചെയ്യേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. അതുകൊണ്ട് മാത്രമാണ് അത് നിൽക്കുന്നത്, അല്ലെങ്കിൽ അതും പൊട്ടിപ്പോയനെ. അപ്പോൾ അതാണ് വസ്തുത എന്നിരിക്കെ ഈ SDP-യെ ഒരു സിനിമ വഴി പ്രൊമോട്ട് ചെയ്യേണ്ട കാര്യം മെഗാസ്റ്റാറിന് ഇല്ല. ഇനി ഒരു കാരണം. ഇപ്പം നമ്മുടെ 2-3 സിനിമകളായുള്ളൂ. പ്രമാണിയായി, ഈ തോപ്പിൽ ജോപ്പനായി, പുഴുവിനകത്തെ കഥ എന്താണ്? ഒരു സവർണൻ ഒരാളെ കൊല്ലുന്നതും തുടർന്നുള്ള പ്രതികാരം മറ്റൊക്കെയാണ്. യഥാർത്ഥത്തിൽ കേരളത്തിൽ നടന്നൊരു സംഭവമാണ്. കെവിന്റെ മരണമാണ്. പക്ഷെ കെവിനെ കൊന്നതാരാണ്? കെവിന്റെ, അതായത് കാമുകിയുടെ ഉമ്മയുടെ, ഈ കാമുകിയുടെ അച്ഛൻ ക്രിസ്ത്യാനിയും അമ്മ മുസ്ലിമുമാണ്. ആ ഉമ്മയുടെ ആങ്ങളമാരാണ് ഇവനെ തട്ടിക്കൊണ്ടുപോവുകയും കൊല്ലുകയും ചെയ്തത്. പക്ഷെ സിനിമയിൽ വന്നപ്പോൾ അത് സവർണ ഹിന്ദുവായി. അവിടെയാണ്. അപ്പോൾ അത് പ്രോപ്പഗണ്ട തന്നെയാണ്. അപ്പോൾ കൃത്യമായിട്ട് ഈ കഥയുടെ എന്താണ് ലക്ഷ്യമെന്നും ഈ കഥ ആർക്ക് വേണ്ടിയാണെന്നുള്ളതും മമ്മൂട്ടിക്ക് അറിയാം. അവിടെ ജാതീയമായിട്ടുള്ള ഭയങ്കരമായിട്ടുള്ള മമ്മൂട്ടിയാണ് ആ സംവിധായകൻ കൊണ്ടുവന്ന കഥ വേറെ ആയിരുന്നു. ആ കഥ മാറ്റിയിട്ട് എൻ്റെ കയ്യിൽ ഒരു കഥയുണ്ടെന്നും ഈ അർഷാദ് എന്ന് പറയുന്നത് പി കെ അർഷാദിനെ കഥ എഴുതാൻ ഏൽപ്പിച്ചത് മമ്മൂട്ടിയാണ്. മമ്മൂട്ടിക്ക് അങ്ങനെയെങ്കിൽ ഈ സിനിമയിലെ ഈ കഥയുടെ യഥാർത്ഥ ചരിത്രം വേറെ ഒന്നുണ്ട് എന്ന് അറിഞ്ഞൂടെ? അല്ല, ഇനി പോട്ടെ, ഇതൊന്നും നമ്മൾ ആരോപിക്കുന്നതല്ല. ഇതൊക്കെ മറ്റൊരു ചാനലിൽ അഭിമുഖം കൊടുത്ത ആൾ ആരോപിക്കുന്നതാണ്. ഇനി ഇത് ഇങ്ങനെ അല്ല എങ്കിൽ അത് പറയേണ്ടതും മമ്മൂട്ടിയാണ്. മമ്മൂട്ടി ഇത് മിണ്ടിയിട്ടില്ല. ശരി, ഇനി ഇത് വിടാം. ഉണ്ട എന്ന സിനിമ എടുക്കാം. അപ്പോൾ ഉണ്ട തിയേറ്ററിൽ അത്ര വലിയ വിജയമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ അതിനകത്ത് രാഷ്ട്രീയമാരും ചർച്ച ചെയ്തില്ല, വിവാദമാക്കിയില്ല. അപ്പോൾ അതിൻ്റെ ഒരു ഇച്ഛാഭംഗം അതിൻ്റെ സംവിധാനം ഉണ്ടായിരുന്നു. അപ്പോൾ അവനൊരു പൊതുവേദിയിൽ, രസമല്ല, ആ വേദിയിലിരിക്കുന്നത്, അതായത് സദസ്സിൽ ഇവൻ സംസാരിക്കുന്ന വേദിയിലിരിക്കുന്നത് സുരാജ് വെഞ്ഞാറമൂടും എനിക്കൊന്ന് ഷൈജു കുറുപ്പൊക്കെ ഇരിക്കുന്ന ഒരു വേദിയിലാണ്. ഒരുത്തം പോലും പറയുന്നില്ലെന്നുള്ളതാണ്. ഇപ്പം മൈക്കെടുത്ത് പറയുകയാണ്, എൻ്റെ സിനിമയുടെ രാഷ്ട്രീയം ഇതായിരുന്നു, രാഷ്ട്രീയ കാരണം കൊണ്ടാണ് ഇതിന് അവാർഡ് കിട്ടിയത്, എനിക്ക് സന്തോഷമുണ്ട്. പക്ഷേ ഇതാരും ചർച്ച ചെയ്തില്ല. 2014 നടന്ന ഒരു ക്രൈമാണ് എൻ്റെ കഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബൂത്ത് പിടിക്കുന്നു, EVM ടാമ്പർ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് സദസ്സിൽ നിന്ന് ഒരാൾ പോലും
അതെന്ത് ലോജിക്കാണെന്ന് പറയുന്നില്ല. കാര്യം 2014 ഭരിക്കുന്നത് മൻമോഹൻ സിംഗ് ആണ്. മൻമോഹൻ സിംഗ് ഭരിക്കുന്ന കാലത്ത് നരേന്ദ്രമോദിയും BJPയും EVM ടാമ്പറിങ് നടത്തിയെന്നൊരു സംവിധായകൻ പൊട്ടത്തരം വിളിച്ചു പറയുമ്പം അത് കേട്ട് കൈയടിക്കുകയാണ് ആൾക്കാർ ചെയ്യേണ്ടത്. അപ്പൊ അത് അന്ന് പോലും വിവാദമായി, സാമാന്യ ബോധമില്ല. പക്ഷെ ഇത് ശരിക്കും സമൂഹത്തിലേക്ക് വിഷം കലർത്തലാണ്. കുറെ പേരങ്ങൾ തെറ്റിദ്ധരിക്കപ്പെടും. അപ്പൊ ചിന്തിക്കത്തില്ല, ചിലർ ചിന്തിക്കത്തില്ല അതെങ്ങനെ മോദിക്ക് സാധ്യമാവും. ഇപ്പൊ ആ സമയത്ത് ഉത്തർപ്രദേശ് ഭരിക്കുന്ന അഖിലേഷ് യാദവാണ്. ഉത്തർപ്രദേശിൽ അവിടെ 72 സീറ്റ് ആ തെരഞ്ഞെടുപ്പിൽ BJP നേടി. എങ്ങനെ നേടി? അഖിലേഷ് ഭരിക്കുമ്പോൾ എങ്ങനെ നേടാൻ പറ്റും? EVM ടാമ്പർ ചെയ്ത് നേടാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. ബൂത്ത് പിടിച്ചെടുത്ത് നേടാൻ പറ്റുമോ BJPക്ക്? കാര്യം ഭരിക്കുന്നത് അഖിലേഷ് യാദവാണ്. അത് അന്ന് കേവലം 5 or 6 സംസ്ഥാനങ്ങളിൽ മാത്രമാണ് BJPക്ക് ഉള്ളത്. അതിനുശേഷമാണ് ഇത്രയും വന്നത്. ഗുജറാത്തിലാണെങ്കിലും പിന്നെ നമുക്ക് വിശ്വസിക്കാം. ഇത് അതല്ല, അത് മാത്രമല്ല ആ സിനിമ യഥാർത്ഥത്തിൽ ഈ വർഷങ്ങൾക്ക് ശേഷമാണ് ഇതിന്റെ സംവിധായകൻ ഈ കാര്യത്തെ പറയുന്നത്. യഥാർത്ഥത്തിൽ ഇയാൾ ആ സിനിമയിലൂടെ പറഞ്ഞു വന്ന പൊളിറ്റിക്സ് അല്ല ഇയാൾ പിന്നീട് പറയുന്നത്. അതെ, സിനിമയിൽ അവസാനമില്ല. സിനിമയിലൂടെ പറയുന്ന പൊളിറ്റിക്സ് ഈ നക്സലിസത്തിനെ വെള്ളപൂശുന്ന ആ നക്സലേറ്റുകളെ അവിടുത്തെ ഭരണകൂടം അടിച്ചമർത്തുന്നൊക്കെ പറയുന്നതാണ്. എന്തായാലും ഈ ആ സിനിമ കൊണ്ട് വിജയിച്ചത്, ആ സിനിമയോട്ട് വിജയിച്ചതുമില്ല, ആ സിനിമ കൊണ്ട് എന്താണോ ഉദ്ദേശിച്ചത് അത് നടന്നുമില്ല. ഈ അവസാനം ഈ ഒരു ഇച്ഛാഭംഗമാണ് അവസാനം അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ. പക്ഷെ അതിൽ നിന്നൊരു കാര്യം മനസ്സിലായി, ആ തുടക്കം ഇയാൾ ആ സംസാരം തുടങ്ങുന്നത് മുതൽ അവസാനിക്കുന്നത് വരെ ഇയാളുടെ ഉള്ളിലെ വർഗീയ വിഷം തന്നെയാണ് പുറത്തു വന്നത്. അല്ല, എന്നിട്ടും ഈ ഇങ്ങനെ പൊതുവേദി എന്ന് പറഞ്ഞ ഒരു വ്യക്തിക്ക് തന്നെ വീണ്ടും അടുത്ത സിനിമയ്ക്ക് അവസരം കൊടുക്കുന്നു. വലിയ സംവിധായകർക്ക് ഡേറ്റ് കൊടുക്കാതെ. അപ്പൊ ഈ അവസാന സമയത്ത് അത് എന്നെ സംബന്ധിച്ച് ഞാനൊരു തുറന്നു പറഞ്ഞ മമ്മൂട്ടിയുടെ ഒരു ഫാനായിരുന്നു കുറെ കാലം മുമ്പ്. ഇപ്പം അങ്ങനെ ആരോടും ഒരു ഇതില്ല, ഒരു മേഖലയോടും. അങ്ങനെ നമ്മൾ ആ ഒരു പ്രായമൊക്കെ കഴിഞ്ഞുകൊണ്ട് അതങ്ങ് വിട്ടു. പക്ഷേ എനിക്ക് മോഹൻലാലിനെക്കാളും ഇഷ്ടം മമ്മൂട്ടിയായിരുന്നു. പക്ഷേ ഇപ്പം നമ്മൾ മമ്മൂട്ടിയെ പറ്റി വിചാരിച്ചിരുന്നത് അദ്ദേഹത്തിന് തെളിയിക്കാനൊന്നുമില്ല. മമ്മൂട്ടിയെ മോഹൻലാലിനെ സംബന്ധിച്ച് അവർക്ക് നമ്മുടെ മുന്നിൽ പ്രേക്ഷകരുടെ മുന്നിൽ ഒന്നും തെളിയിക്കാനില്ല. അവർ തികഞ്ഞ കലാകാരന്മാരാണ്. എല്ലാ ജീവിതത്തിൽ കെട്ടിയാടാവുന്ന എല്ലാ വേഷങ്ങളും കെട്ടി വിജയിപ്പിച്ച്. അപ്പോൾ ഇനി അവർ ചെയ്യുന്നത് സെലക്റ്റീവായിട്ടുള്ള ചില ക്യാരക്ടറുകൾ അല്ലെങ്കിൽ കഥ, അല്ലെങ്കിൽ അവരെ ശരിക്കും ആശ്ചര്യപ്പെടുത്തുന്ന എക്സൈറ്റഡ് ആക്കുന്ന. അപ്പോൾ അങ്ങനെ ഒന്നുമല്ല ഈ ഉണ്ടയും പുഴുവൊന്നും. അപ്പം പിന്നെ എന്തിനതിന് കൈ കൊടുത്തു? അവിടെയാണ് ഈ സംശയം വരുന്നത്. മനസ്സിലായി? ഇനി ഇത് മാത്രമല്ല കമാലുദ്ദീൻ എന്ന കമലിൻ്റെ ആഗതൻ എന്ന സിനിമ നോക്കുക നിങ്ങൾ. ഈ ആഗതനിലെ കഥ, അതായത് കണ്ടവർക്ക് അറിയാമായിരിക്കും, ഇന്ത്യൻ മിലിറ്ററിയിലെ ഉന്നതനായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥൻ കാശ്മീരിലെ ഒരു കൊച്ചു പെൺകുട്ടീനെ ബലാത്സംഗം ചെയ്ത് പിന്നീട് അതിൻ്റെ സഹോദരൻ പ്രതികാരം ചെയ്യുന്നതാണ് അതിൻ്റെ കഥ. ഈ സിനിമയിലേക്ക് ആദ്യം നായകനായിട്ട് തീരുമാനിച്ചത് പൃഥ്വിരാജിനെയാണ്. അപ്പോൾ പൃഥ്വിരാജിൻ്റെ വിദ്യാഭ്യാസം അറിയാമല്ലോ, അദ്ദേഹം സൈനിക സ്കൂളിൽ പഠിച്ചതാണ്. അപ്പോൾ ഈ കഥയൊക്കെ കേട്ടപ്പോൾ ഒരുപക്ഷെ സൈനികമായിട്ടുള്ള ബോധ്യം ഉള്ളിലുള്ളതുകൊണ്ടോ, ഒരു സൈനികനെ ഇകഴ്ത്തുന്ന തരത്തിലുള്ള സിനിമയിൽ അഭിനയിക്കാനുള്ള മടി കൊണ്ടോ എന്തോ പൃഥ്വിരാജ് അതിന് കൈ കൊടുത്തില്ല. പിന്നെ ഗുരുവിൻ്റെ സിനിമയാണ്, അല്ലെങ്കിൽ ഇതിൻ്റെ അജണ്ട മനസ്സിലാക്കാതെ ദിലീപ് പോയി തലവെച്ച് കൊടുത്തു. അപ്പോൾ അതും ആ സിനിമയുടെ ഒന്നും ആവശ്യമില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അറിവിൽ നമ്മളാരും ഇങ്ങനെ കേട്ടിട്ടില്ല. കാശ്മീരിൽ ഇങ്ങനെ ഇന്ത്യൻ പട്ടാളം ബലാത്സംഗം ചെയ്ത് നടക്കുന്നതൊന്നും നമ്മുടെ അറിവിൽ കേട്ടിട്ടില്ല. അപ്പോൾ അതും ഒരു പ്രോപ്പഗണ്ട തന്നെയായിരുന്നു. തീർച്ചയായിട്ടും മനസ്സിലായി. ഇപ്പോഴാണത് വെളിവാകുന്നത്. കുറേ കാലത്തിന് ശേഷം നമ്മൾ കമാലുദ്ദീൻ്റെ വായിൽ നിന്ന് കേട്ടൊരു വാചകം നമുക്കറിയാം. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ നരാധമെന്ന് വിളിച്ചു. എന്ത് അവകാശമാണ് ഈ മനുഷ്യനതുള്ളത്? ജനാധിപത്യത്തിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തി, അദ്ദേഹത്തിനെ നരാധമെന്ന് വിളിക്കാൻ ഈ കമാലുദ്ദീൻ ആരാണ്? അപ്പോൾ അയാളുടെ ഉള്ളിലെ ആ വർഗീയതയാണ് നമുക്കത് വെളിവാകുന്നത്. മനസ്സിലായി? അയാളുടെ ഉള്ളിലെ സുഡാപ്പിസം മാത്രമാണ് നമ്മൾ. അപ്പോൾ അയാളുടെ അടുത്ത സിനിമ അത് നിഷ്കളങ്കമല്ല. അല്ല. ഇതേപോലെ തന്നെ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന ആ ചോരപ്പണമൊക്കെ ഉണ്ട്. ഈ കമലിൻ്റെ തന്നെ വേറൊരു പടമുണ്ടല്ലോ, മീര ജാസ്മിനും കാവ്യം കൂടെ അഭിനയിച്ച് അതിലൊരാളുടെ കൊലപാതകം നടക്കുന്നു, പിന്നെ മാപ്പ് കൊടുത്തത്. അതും പ്രോപ്പഗണ്ടസിനെ അരയ്ക്കോ വിളിപ്പിക്കാൻ വേണ്ടിയിട്ട് എടുത്ത ഒരു സിനിമ. എനിക്ക് തോന്നുന്നു പെരുമഴക്കാലമാണോ ആ സിനിമ, അങ്ങനെ ഒരു സിനിമ. അങ്ങനെ എണ്ണി പറയാനാണെങ്കിൽ അനവധി സിനിമകളൊക്കെ പ്രത്യേക ഉദ്ദേശത്തോട്. മായാനദിയെ പറ്റി എന്താണ്? അല്ല, മായാനദി കൃത്യമായിട്ട് അറിയാമല്ലോ. ഒരു നടനെ വെളുപ്പിച്ചെടുക്കാൻ നായകന്റെ തൊഴിൽ എന്താണ്? അല്ല, നടനെയല്ല, ഇതൊക്കെ എന്തോ സമൂഹത്തിൽ നോർമലൈസ് ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പം ഒരു പെൺകുട്ടിയായിട്ട് ഇങ്ങനെ ബന്ധപ്പെട്ടിട്ടുണ്ട്, അവളെ തന്നെ കെട്ടണമെന്നില്ല, വേറെയും പോയി കെട്ടാം. അതിനകത്ത് തന്നെ അത് വളരെ സാധാരണ പോലെ ആയിരിക്കുകയാണ്. അതിനകത്തൊരു വാചകം ഉണ്ടല്ലോ, സെക്സ് ഇസ് നോട്ട് എ പ്രോമിസ് എന്ന് പറയുന്നത്. അതായത് നായികയുടെ വായിലാണ് ഈ വാചകം വെച്ചു കൊടുത്ത് പറയിക്കുന്നത്. തിരിച്ചായിരുന്നെങ്കിലോ ഇനി എല്ലാം പോട്ടെ, അവന്റെ പണി എന്താ? സ്വർണ്ണക്കടത്ത്, കള്ളപ്പണം വെളുപ്പിക്കൽ, ഞാൻ പറഞ്ഞില്ലേ, ഇത് പിന്നെ കഴിഞ്ഞ കാലങ്ങളിൽ കുറച്ച് കാലങ്ങളായി മലയാള സിനിമയിൽ തന്നെ കുറച്ച് തലമുതിർന്ന ആൾക്കാർ വിളിച്ച് പറയുന്നുണ്ട്, മലയാള സിനിമയെ കുറേ ആളുകൾ ഹൈജാക്ക് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. അതായത് മാഫിയ പണം,
മയക്കുമരുന്നിന്റെ സ്വാധീനം, കള്ളപ്പണം വെളുപ്പിക്കൽ, ദുബായ് പോലെയുള്ള വലിയ സ്ഥലങ്ങളിലെ ബിസിനസ്. പണ്ട് ബോംബെയിലെ സിനിമകളായിരുന്നു. ഒരു കാര്യം കൂടെ നമ്മൾ പറയണം, ഈ ഗോൾഡൻ വിസ എന്ന് പറഞ്ഞൊരു ഏർപ്പാടുണ്ടാകുമല്ലോ. അതെ, ഖത്തറാണ് പ്രധാനമായിട്ട്. ഈ ഖത്തറാണ് ഇതിന്റെ എല്ലാം ആണിക്കല്ലും കേന്ദ്രമായിട്ട് കണക്കാക്കുന്നത്. അതായത് ഈ ഭീകരവാദ ഫണ്ടിങ് എല്ലാം നടക്കുന്ന രാജ്യമായിട്ട് ഖത്തറിന്റെ ഹമാസിന്റെ കേന്ദ്രമല്ലേ. അതെ, അതൊന്ന് ഈ സിനിമയെ പറ്റി പറഞ്ഞാൽ നമ്മൾ ഒരു സിനിമ വിട്ടുപോയി, ഇടുക്കി ഗോൾഡ് എന്ന് പറഞ്ഞ സിനിമ. കഞ്ചാവലി എന്ന് പറഞ്ഞാൽ സാധാരണ ആക്കുക എന്നാണ്. അതല്ലേ അതിന്റെ കഥ. അല്ല, അതിനു വേണ്ടി നമുക്ക് പേരെടുത്ത് എടുത്താരാ ആ സിനിമ സംവിധാനം ചെയ്തുതരാം. അപ്പൊ ഇതെല്ലാം പ്രത്യേക അജണ്ടയോടെ ചെയ്തു. ഇവരെല്ലാം ഒരു ഇടതു ലിബറൽ എന്നൊക്കെ പറഞ്ഞിട്ട് മലയാള സിനിമയിൽ നിന്നവരാണ്. ഇപ്പൊ അതൊക്കെ മാറി ഇസ്ലാമോഫോബിയ ഇസ്ലാമായി. അത് നമ്മുടെ വാക്കല്ല. സി രവീന്ദ്രൻ മാഷുണ്ടല്ലോ, മറ്റേ യുക്തിവാദി, അദ്ദേഹം അതിന്റെ ഇപ്പം ഇത്തരം പ്രസംഗങ്ങൾ നടത്തിക്കൊണ്ടിരിക്കും. ഇടനിന്നാൽ ഇസ്ലാം. സത്യമാണ്, തീർച്ചയായിട്ടും ആ ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. എന്തായാലും വലിയ ആക്ഷേപങ്ങൾ മലയാള സിനിമയെക്കുറിച്ച് കഴിഞ്ഞ കാലം ഉണ്ടായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനം ഈ മയക്കുമരുന്ന് വിവാദം, മയക്കുമരുന്നിൻ്റെ ഉപയോഗം, അതുമാത്രമല്ല ഈ ഫണ്ടിങ്, വിദേശ ഫണ്ടിങ്, ഈ കള്ളപ്പണം വെളുപ്പിക്കുന്നതിനുള്ള ടൂളായിട്ട് മറ്റേ ഇപ്പോൾ ഇതാ ഏറ്റവും വലിയ ഒരു ആക്ഷേപം ഉണ്ടായിരുന്നു. മലയാള സിനിമയിലൂടെ ഒരു വലിയ അജണ്ട സെറ്റ് ചെയ്യുക, ഒരു പ്രത്യേക മതവിഭാഗത്തിനെ മാത്രം വെളുപ്പിക്കുകയും മറ്റുള്ള എല്ലാത്തിനെയും കരിവാരിത്തേക്കുകയും ചെയ്യുന്ന വലിയൊരു അജണ്ട. അത് നിസ്സാരമെന്ന് നമ്മൾ കരുതരുത്. അതിന് വലിയൊരു മാനങ്ങളുണ്ടാവും. പക്ഷേ ഇനി അത്ര എളുപ്പമല്ലെന്ന് തോന്നുന്നു. അതായത് മമ്മൂട്ടിക്കെതിരെ വലിയ ഒരു മമ്മൂട്ടി തന്നെയാണ് അതിന് മറുപടി പറയേണ്ടത്. നമ്മളിപ്പോൾ അദ്ദേഹത്തിന്റെ പേരിൽ ആരോപിക്കുന്നില്ല. പക്ഷേ ഈ രണ്ട് സിനിമകൾ, ആ രണ്ട് സിനിമയിലെ പിന്നണിയിൽ പ്രവർത്തിച്ചവന്റെ ഭൂതകാലം അത്ര നല്ലതല്ല. കാര്യം നിരോധിച്ച സിമിയുടെ പ്രവർത്തനമായിരുന്നു. പിന്നീട് കോയ എന്ന് പറഞ്ഞാൽ ഇപ്പം തിഹാർ ജയിലിൽ കിടക്കുന്ന PFI ഭീകരനെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള പോസ്റ്റുകളായി നിരന്തരം ഇട്ടിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരാൾക്ക് മമ്മൂട്ടിയെ പോലെ ഈ 19 വർഷത്തോളം ഈ ഫീൽഡിൽ നിന്നിട്ട് മതേതരനായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിക്ക് കൈ കൊടുക്കേണ്ട കാര്യം എന്താണ്? തീർച്ചയായിട്ടും അതിന് മറുപടി പറയേണ്ടത് മമ്മൂട്ടി തന്നെയാണ്. മലയാളത്തിലെ മഹാനടൻ തന്നെയാണ്, അല്ലെന്ന് പറയാൻ പറ്റില്ല. അദ്ദേഹം തന്നെയാണ് മറുപടി പറയേണ്ടത്. വാദം പ്രതിവാദത്തിൻ്റെ മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. നമസ്കാരം.